റിലീജിയസ് പ്രയറിൽ തന്നെ 99.9% നമ്മുടെ പേഴ്സണൽ നീഡിനകത്തുള്ള പ്രയറാണ്. അപ്പോൾ ഇന്നൊരു 50 ആവശ്യങ്ങളുമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നാളെ ചിലപ്പോൾ ഇതിനകത്തുള്ള 2 നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് 48 വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് 5 പുതിയത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ പറയുന്നതാണ് പ്രാർത്ഥന, റിലീജിയസ് പ്രയർ. അത് ഏത് മതത്തിലാണെങ്കിലും. ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു വ്യക്തി ആദ്യം പ്രിഫറൻസ് എടുക്കുന്ന വെട്ടുകാട് പോകാനായിരിക്കും. അപ്പോൾ വെട്ടുകാട് പോയി അവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. ഒരാവശ്യം ഉണ്ടെന്നിരിക്കട്ടെ, പ്രാർത്ഥിച്ചു, കിട്ടിയില്ല, സ്വാഭാവികമായിട്ടും ഒന്നുകൂടെ പ്രാർത്ഥിച്ച് നോക്കാമെന്ന് വിചാരിക്കും. ക്രിസ്ത്യനല്ലേ, ഒന്നുകൂടെ 2 മെഴുകുതിരി കൂടുതൽ കത്തിച്ച് പ്രാർത്ഥിച്ച് നോക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കിട്ടിയില്ല. അപ്പോഴത്തേക്ക് വീട്ടിൻ്റെ അപ്പുറത്തുള്ളൊരു ചേച്ചി പറയുവാണ്, എടി നീ ആറ്റുകാൽ അമ്പലത്തിൽ പോയി ഒരു നേർച്ച കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വഴിപാട് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഈ ചേച്ചി ഹസ്ബൻഡ് അറിയാതെ ഇവിടെ പോകും. ആറ്റുകാൽ അമ്പലത്തിൽ പോയി അവർ പറഞ്ഞ വഴിപാടൊക്കെ കഴിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു അനുകൂല സാഹചര്യം വന്നിട്ട് അവരുടെ കാര്യം നടക്കുന്നത്. അപ്പോൾ ഇവരെന്ന് പറയും, ആറ്റുകാലമ്മയാണ് എനിക്ക് ചെയ്തു തന്നത്. പിന്നെ എല്ലാ ആഴ്ചയിലും അവിടെ പോയി എന്ത് ചെയ്യും? അവിടെ പോയി വഴിപാടുണ്ട്. ഇനി വേറൊരു സിനാരിയോ പറയാം. അപ്പുറത്തുള്ള മറ്റേ തലയിൽ തുണിയിട്ട അമ്മച്ചി വന്ന് പറയും, മക്കളെ ഭീമാപള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ഉണ്ട്, നീ അവിടെ പോയി കഴിഞ്ഞാൽ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ മുസ്ലിയായിട്ട് പറയും, ഒരാടിനെ നേർച്ചയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാര്യം നടക്കും. അങ്ങനെ ഒരു ആടിനെ മേടിച്ച് നേർച്ചയായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത് പിറ്റേ ദിവസം തന്നെ എന്ത് നടന്നു? അവരാഗ്രഹിച്ച കാര്യം നടന്നു. ഇപ്പോൾ വെട്ടുകാട് നടക്കാതെ ആറ്റുകാല ഇതിൽ നടക്കാതെ ഇപ്പോൾ എവിടെ നടന്നു? ഭീമാപള്ളിയിൽ നടന്നു. അപ്പോൾ അന്ന് തൊട്ട് അവർ എവിടുത്തെ ഡിവോട്ടിയാവും? ഭീമാപള്ളിയിലെ ഡിവോട്ടിയാവും. പിന്നെ വെട്ടുകാടും കൊണ്ട് കൊടുക്കത്തില്ല, ആറ്റുകാലം കൊണ്ട് കൊടുക്കത്തില്ല. എവിടെ കൊടുക്കത്തുള്ളൂ? പിന്നെ ഭീമാപള്ളിയിൽ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഈ ഭീമാപള്ളിയെ ഫേമസ് ആക്കിയതാരാ? ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ്. വെട്ടുകാടിനെ ഫേമസ് ആക്കിയതാരാ? അവിടെ നിന്ന് നന്മ കിട്ടുന്ന ആൾക്കാരാ. ഏത് സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമ്പോഴാണോ ആവശ്യം നടക്കുന്നത് അവർ വിചാരിക്കും ആ സ്ഥലമാണ് ബെസ്റ്റ് എന്ന് വിചാരിക്കും. ഇനി ചില ആൾക്കാർ വേറൊരു കാറ്റഗറി ഉണ്ട്. അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആറ്റുകാൽ പോയി കിട്ടും, പരീക്ഷയ്ക്ക് നല്ല വിജയം കിട്ടും. അങ്ങനെയുള്ളതെല്ലാം ആറ്റുകാൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇതിന് പറ്റിയ സ്ഥലം. ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെട്ടുകാട് പോയാൽ കിട്ടും. പൈസ കടം മാറും, അത് മാറും, ഇത് മാറും. അപ്പോൾ സബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കാര്യമാണെങ്കിൽ അവിടെ പോകണം, ഇന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോകണം, മറ്റു കാര്യമൊക്കെ ആണെങ്കിൽ അവിടെ പോകണം, ഇങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് വർഷാവർഷം ബസ് പിടിച്ച് വേളാങ്കണ്ണി പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടുന്ന് എല്ലാ വർഷവും പളനിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. ക്രിസ്ത്യൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയാ? അവിടെ പോയി മുട്ടയടിച്ച് കഴിഞ്ഞാൽ തലയിൽ പേന് പോകുന്നു. അപ്പോൾ റിലീജിയസ് പ്രയറിൻ്റെ രീതി മനസ്സിലായില്ലേ?